ഓഹോ, ഫസ്റ്റ് ക്ലാസ് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇത് കൊള്ളില്ല. പെണ്ണിന്റെ പിറന്നാളിന് ഒരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാൾ കഴിഞ്ഞാലും സാരി സെലക്ട് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. കൊച്ചൊരു കാര്യം ചെയ്യ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സാരി സെലക്ഷൻ കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി. ആ നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാണ്. പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല പിള്ളേ. പെണ്ണ് കാണാൻ പോയത് ബാലേന്ദ്രനാണ്. നമ്മൾ പോയി പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോവില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണോ താൻ പറയുന്നേ? അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? കേൾപ്പിക്കണം. അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നതാണ് താൻ ചോദിക്കണം. ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാ അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ. ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്ന് തീരുമാനിക്കും. അപ്പൊ നാളെ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ജോലി കിട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ, അതാ കാര്യം. നാളെ തന്നെ പോവാം. താൻ കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വയസ്സായി. കഴിഞ്ഞ 35 വർഷക്കാലം നാടിനു വേണ്ടി സേവനം അനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ്.